രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രമതി കൊണ്ടുവന്ന് രേവതിയുടെ ആഭരണം അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ രേവതി അതെടുത്ത് വാങ്ങി നോക്കണം. മൊത്തം ഗോൾഡ് കവറിംഗ് ആന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് ശ്രുതിക്കുമല്ല അറിയുള്ളൂ. നെഞ്ചത്ത് കൈ വെച്ച് നിൽക്കുവാണ് ശ്രുതി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അങ്ങനെ ആഭരണം കൈ കിട്ടിക്കഴിഞ്ഞപ്പോ രേവതി അതൊക്കെ എടുത്ത് നോക്കുവാണ്, വളയും മാലയൊക്കെ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നീ എന്താടി നോക്കുന്നേ? ഞാൻ അതിനകത്തൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിലും നിന്റെ ഈ ആഭരണം വേണ്ടേ എനിക്ക്. രവീന്ദ്രൻ പറഞ്ഞു, അതിന് മോള് നോക്കുന്നതിന് നീ എന്തിനാ ചന്ദ്ര എത്ര വിഷമിക്കണേന്ന് ചോദിച്ചു. അല്ല, അവളുടെ നോട്ടം മട്ടും ഭാവം കണ്ടാ തോന്നും ഞാൻ അതിനകത്തുനിന്ന് എന്തോ എടുത്തെന്ന്. അങ്ങനെ രേവതി അതൊക്കെ എടുത്ത് അടച്ച് ആ ബോക്സിനകത്തിട്ട് വെച്ചിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയണം. ശരി, ബാ സച്ചിയുടെ പോവാന്ന് പറയണം. അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾക്ക് പുറത്തു വരെ പോകണം. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? ഇവിടെയൊക്കെ ആഹാരം വിളമ്പി തരാനായിട്ട് ആള് വേണ്ടേ? കാരണം പേടിച്ചു പോയി, ആഭരണമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്തിനാന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ, ചന്ദ്രേ, നിന്റെ കൈയുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടില്ലേ? എന്റെ കൈക്ക് എന്താ അസുഖം? ഒരു കുഴപ്പമില്ലല്ലോ, നിന്റെ കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ സ്വന്തമായിട്ട് അങ്ങോട്ട് ആഹാരം വിളമ്പി കഴിച്ചാൽ മതി. അവര് പോയിട്ട് വട്ടെ, വെച്ചുണ്ടാക്കി വെച്ചപ്പോഴും നിനക്ക് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ആ സമയം രേവതി സച്ചിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രുതിയെ ചന്ദ്രമതി ഒന്ന് നോക്കി, എന്തിനാ ഏതാ അവര് പോയെന്ന് അറിയത്തില്ലോ, ഇനിയിപ്പോ വല്ല പണയം വെക്കാനാണോന്ന് അറിയില്ലോ. അപ്പോഴേക്കും രവീന്ദ്രനോട് ചന്ദ്രമതി ചോദിച്ചു, അല്ല രവിയേട്ടാ, അവരിത് എങ്ങോട്ടാ പോയത്? അവരെങ്ങോട്ട് പോയാലും നിനക്ക് എന്താ ചന്ദ്രേ? അവര് പോയിട്ട് വരട്ടെ, നീ വിഷമിക്കേണ്ട കാര്യം എന്താ? പിന്നെ കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ചന്ദ്രമതി ഒന്നും ചോദിച്ചില്ല. ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ ജ്വല്ലറിയിലേക്ക് പോകണം. അപ്പൊ രേവതി പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ ജ്വല്ലറി ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് അവിടെ മാല കൊടുത്തോണ്ടിരുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ജ്വല്ലറി, നമുക്ക് അങ്ങോട്ടേക്ക് വാ, അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയം സച്ചി പറഞ്ഞു, എന്നാലും നിന്റെ സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം. എന്റെ സ്വർണ്ണം അല്ലോ, ശരിക്കും അച്ഛമ്മയുടെ സ്വർണ്ണം അല്ലേ, അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അച്ഛമ്മയ്ക്ക് എന്ത് കൊടുത്താലും എനിക്ക് മതിയാവത്തില്ല. സച്ചി പറഞ്ഞു, നിനക്ക് പൈസ ഉണ്ടാക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചുതരാം. പിന്നെ എൻ്റെ മനസ്സിൽ ഒരു ചെയിനിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറയണം. ഫോട്ടോയോ? അല്ല, എൻ്റെ മനസ്സിൽ ഏത് തരം ചെയിനാ വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് ഒരു ഐഡിയ ഉണ്ടെന്ന് പറയണം. അല്ല, സച്ചിയാണ് ഉദ്ദേശിക്കുന്ന ഏത് തരം ചെയിനാ? അതെനിക്ക് അവിടെ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജ്വല്ലറിയിലേക്ക് വന്നു. ജ്വല്ലറി വന്നു കഴിഞ്ഞപ്പം ജ്വല്ലറിക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടേ? അതെ, ഒരു ചെയിൻ വേണമായിരുന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് കുറച്ച് പ്രായമുള്ള ആൾക്ക് വേണ്ടിയിട്ടാ. അല്ല, ഏകദേശം എത്ര പവൻ വേണ്ടി വരും എന്ന് ചോദിച്ചു. ഒരു 2-3 പവന്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല രാധാകൃഷ്ണൻ ചേട്ടനില്ലേന്ന് ചോദിക്കണം. അതെ, ചേട്ടൻ പുറത്ത് പോയിരിക്കുക, ഞാൻ അടിയനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അടിയന്മാരാണെ മൊത്തം പ്രശ്നക്കാരായിരിക്കും രേവതി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, രാധാകൃഷ്ണൻ ചേട്ടനെ അറിയാമെന്ന് ചോദിക്കണം. അറിയാം, ഇവിടുത്തെ വേറെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ അടുത്തില്ലേ, അപ്പൊ അവിടെ ഞാൻ പതിവായിട്ട് പൂ കൊടുത്തോണ്ടിരുന്ന. ഓ, അങ്ങനെയുള്ള പരിചയമല്ലേ? അതേന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞു, ഞാനേ മാലയൊക്കെ എടുത്ത് കാണിക്കാന്ന് പറയണ. അങ്ങനെ പോയി കുറച്ച് മാലയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അങ്ങനെ 1-2 നോക്കിയിട്ട് അതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അത് രേവതിയുടെ കഴുത്തിലേക്ക് വെച്ച് നോക്കി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സച്ചേട്ടൻ എന്തിനാ ഇത് എന്റെ കഴുത്തെ വെച്ച് നോക്കുന്നേ? നിനക്ക് ചേരുമെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്കും ചേരും, അല്ല അച്ചമ്മയ്ക്കും ചേരുമെന്ന് പറഞ്ഞു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സച്ചേട്ടാ, നമുക്ക് ഇത് തന്നെ എടുക്കാം, എന്നിട്ട് വെയിറ്റ് നോക്കാന്ന് പറയണ. അല്ല, ഇത് എത്ര പവനുണ്ട്? ഇതൊരു 3 പവനുണ്ട്. ഒരു 3-3.5 ലക്ഷം രൂപയാവും. കാരണം പണിക്കൂലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, കൊള്ളാല്ലേ, കുഴപ്പമില്ലല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു സച്ചേട്ടാ. അപ്പം മൊത്തം സ്വർണം കൊടുക്കേണ്ട വരത്തില്ലായിരിക്കില്ലേ? വേണ്ടാന്ന് പറയണം. അങ്ങനെ സച്ചി പറഞ്ഞു, ഈ മാല എടുത്തോളാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, അതെ, ഞങ്ങളുടെ കയ്യിൽ കുറെ സ്വർണ്ണമുണ്ട്, അത് വിറ്റിട്ട് ഇത് വാങ്ങിക്കാനാ. ആണോ? അന്ന് ആ സ്വർണ്ണം അങ്ങ് തന്നേക്കാൻ പറയണം. അങ്ങനെ ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊടുത്തു. ഇതൊന്ന് ഉരച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുവന്ന് ജ്യൂസ് കൊടുക്കുവാണ്. സച്ചി ആ ജ്യൂസ് കുടിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ ഭയങ്കര പുളിയാണല്ലോ അതിന്, ഇങ്ങനെയൊക്കെയാണോ ജ്യൂസ് കൊണ്ടു തരുന്നേ? ഒന്നുമില്ലെങ്കിലും കുറച്ച് പൈസ വാങ്ങിക്കുന്നല്ലേ, ഇച്ചിരി നല്ല ജ്യൂസ് കൊണ്ട് തരാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അയാളൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ആ സ്വർണ്ണം എന്നും പറഞ്ഞു കൊടുത്ത ഗോൾഡ് കവറിങ് ഉരച്ചു നോക്കിയിട്ട് അവിടുത്തെ സ്റ്റാഫ് വേറൊരാൾ പറഞ്ഞു, അതെ തോമസ് ചേട്ടാ ഇങ്ങ് നോക്ക്, ഇത് സ്വർണ്ണമല്ല ഗോൾഡ് കവറിങ്ങാ. ഗോൾഡ് കവറിങ്ങോ? അതെ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുക 2 കൂടെ. അതിനുശേഷം അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, അല്ല എത്ര രൂപ കിട്ടുമോ അതിന്? 3 ലക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചുവാണ്. 1 രൂപ പോലും കിട്ടില്ല എന്ന് പറഞ്ഞു അയാള്. 1 രൂപ പോലും കിട്ടില്ലെന്നോ? നിങ്ങൾ എന്ത് വർത്താനാ പറയണേ? എടോ, ഇത് ഗോൾഡ് കവറിങ്ങാ, ഇത് കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നോ? ഗോൾഡ് കവറിങ്ങോ?
ഇതോ ഇതേട്ടാ ഗോൾഡ് കവറിംഗ് ഒന്നും അല്ല, ഞങ്ങൾ ഒറിജിനൽ സ്വർണ്ണം കൊണ്ടു തന്നെ. ഇതോ ഒരു കാര്യം പറഞ്ഞേക്കാം, പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നോ, നിന്നെയൊക്കെ പോലീസ് പിടിച്ച് ഏൽപ്പിക്കുക ചെയ്യണ്ടേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ചേട്ടാ അത് ഗോൾഡ് കവറിംഗ് അല്ല, എന്റെ സ്വർണം തന്നെയാ. കാരണം അവർക്ക് അങ്ങനെയല്ലേ അറിയത്തുള്ളൂ. സച്ചി പറഞ്ഞു, നിങ്ങൾ ഒറിജിനൽ സ്വർണം കൊണ്ടേ മാറ്റിയിട്ട് വേറെ പിന്നെ ഗോൾഡ് കവറിംഗ് കൊണ്ടേ വെച്ച് ഞങ്ങളെ പറ്റിക്കുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, വീട് സച്ചേട്ടാന്നൊക്കെ പറയണം. അപ്പോഴേക്കും അടുത്ത സ്റ്റാഫ് വേറൊരാളോട് പറഞ്ഞു, അതെ തോമസ് ചേട്ടാ പോലീസിനെ വിളിക്കുക, ഇവരങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. രേവതി പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ആ സമയം അയാൾ പറഞ്ഞു, ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നോക്കി അറിയാം നിങ്ങൾ കൊണ്ടുവന്ന ഒറിജിനലാണോ ഞങ്ങൾ മാറ്റിയതാണോ എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഞങ്ങൾക്ക് തെളിയിക്കാൻ എളുപ്പമാണ്, നിങ്ങൾ രണ്ടുപേരും അകത്താവും. ഞങ്ങൾ ദിവസേന ഇതുപോലെ എത്രത്തേരെ കാണുന്ന ഇതുപോലെ പറ്റിപ്പേരുമായിട്ട് ചിലതുങ്ങളൊക്കെ വരും. അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ അവിടെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ജ്വല്ലറിയുടെ ഉടമ അങ്ങോട്ട് വരുന്നത്, രാധാകൃഷ്ണൻ. അയാൾ വന്നു കഴിഞ്ഞപ്പോൾ രേവതിയെ കണ്ടു. അപ്പോഴേക്കും ജ്വല്ലറി സ്റ്റാഫ് പറഞ്ഞു, സാറേ ഇവര് ഗോൾഡ് കവറിങ് കൊണ്ടുവന്നിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയെന്ന് പറയണം. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, എന്താ രേവതി? അത് ചേട്ടാ ഞങ്ങൾ സ്വർണം കൊണ്ടുവന്ന് കൊടുത്തവിടെ, പക്ഷെ ഇവര് പറയുന്നു അത് ഉറച്ചു നോക്കിയിട്ട് ഗോൾഡ് കവറിങ് ആന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെ ഇപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്യണ്ടേ എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. അപ്പോഴേക്കും രാധാകൃഷ്ണൻ പറഞ്ഞു, വരട്ടെ, എന്താ രേവതി സംഭവിച്ചേ? അത് എൻ്റെ അച്ചമ്മയ്ക്കൊരു മാല എടുക്കാൻ വേണ്ടി വന്നതാ, പക്ഷേ എങ്കിൽ പൈസയ്ക്ക് വരെ എൻ്റെ കയ്യിലെ സ്വർണ്ണം കൊടുത്തത്. പക്ഷെ ഇവര് പറയുന്നു ആ സ്വർണ്ണമല്ലാന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, രേവതി നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് സ്വർണ്ണം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നതല്ല. കാരണം ഇത് പേരുകേട്ട ജ്വല്ലറിയാണ്, രേവതിക്ക് അറിയാലോ. ഇന്ന് വരെ ഇതുപോലത്തെ കള്ളത്തരങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, പിന്നെ എങ്ങനെയാ സ്വർണം മുക്കുകൊണ്ടുപോയി? അത് നിങ്ങൾ തന്നെ പോയി അന്വേഷിച്ച് നോക്ക്. അപ്പോഴേക്കും സ്റ്റാഫ് പറഞ്ഞു, സാറേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇതേ രേവതി എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാവുന്ന, നമ്മുടെ ക്ഷേത്രത്തിനടുത്തുള്ള ബ്രാഞ്ചിൽ അവിടെ സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരുന്ന എനിക്ക് പരിചയമുണ്ട്. രേവതി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്നോളല്ല എന്ന് പറഞ്ഞു. എന്തോ ഇവിടെയോ പറ്റിയിട്ടുണ്ട് രേവതി, നീ അതെന്താന്ന് വെച്ചാൽ ആദ്യം പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ശരിയെന്ന് പറയണം, പിന്നെ പോലീസിനെ ഒന്നും വിളിക്കുന്നില്ല, നിന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ പോലീസിനെ ഒന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. രേവതിക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് സച്ചിയോട് ചോദിച്ചു, ഒരു ചായയും കൂടെ എടുക്കട്ടെ എന്ന് ചോദിക്കണം. സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ഒരു ചായയുടെ പൈസ എടുത്തും കൂടെ ടേബിളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, എന്നാ നിന്റെ ചായയുടെ പൈസ, കാരണം ജ്യൂസ് കുടിച്ചായിരുന്നല്ലോ, അപ്പൊ പൈസ എന്നും പറഞ്ഞിട്ട് അവിടേക്ക് വെച്ചു. അത് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇതുപോലെയൊക്കെ ആയല്ലോ, വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാ അങ്ങോട്ട് കയറി വന്നത്, അച്ചമ്മയ്ക്ക് ചെയിൻ എടുക്കാന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഇത് മുക്കുവണ്ടാന്നുള്ള കാര്യങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ജ്വല്ലറിന്ന് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്നാലും സച്ചേട്ടാ, ഇത് രേവതി എനിക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാന്ന്. എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ എന്തിനാ അവരോട് ദേഷ്യപ്പെട്ടെ? അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. പക്ഷെ അവര് പറഞ്ഞു കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് മനഃപൂർവ്വം കൊണ്ടുവന്നാന്ന്, നമ്മൾ മോഷ്ടാക്കളാന്ന്. സച്ചേട്ടാ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളിങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഇതൊക്കെ പറയാൻ രേവതി, ഇന്ന് വരെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പിന്നെ ഞാനാണോ ചെയ്തിരിക്കുന്നേ? ആ സമയം സച്ചു പറഞ്ഞു, പിന്നെ അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കൊണ്ടേ കൊടുത്താണോ? അല്ല സച്ചേട്ടാ, പക്ഷേങ്കിൽ അത് സ്വർണ്ണം അല്ലല്ലോ, ഇപ്പൊ നമ്മൾ അതെങ്ങനെ സ്വർണ്ണമല്ലാതായി, അതിനെക്കുറിച്ചാ ചിന്തിക്കണ്ടേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ വീട്ടിലേക്ക് പൊക്കോളാൻ പറയണം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ട്? സച്ചിയാണ്, ഇത് എങ്ങോട്ടാ പോണേ? അതെ, എനിക്കൊരുത്തനെ കാണണം. ആരെ? ആ സുധിയെ കാണണം. ഇത് ഗോൾഡ് കവറിങ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവനായിരിക്കും ഇതിന്റെ പിന്നില്. അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യണം. ഇതേ സച്ചിയേട്ടാ, വെറുതെ വേണ്ട കേട്ടോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, വെറുതെ ഊഹാഭാവത്തിന്റെ പേരിൽ സുധിയെ പോയി തല്ലണ്ട. പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവനായിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എത്രമാത്രം വിഷമമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ പിന്നെ വെറുതെ ഇരിക്കുവോ? ഒരിക്കലും ഇല്ല. പിന്നെ അച്ഛമ്മയുടെ പിറന്നാളല്ലേ, അപ്പൊ അച്ഛമ്മ ഒന്ന് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ ആയി കഴിയുമ്പോൾ പിറന്നാൾ അലങ്കോലമായി പോവില്ലേ? അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ നീ പറയണേ? അത് ഒരു കാരണവശാലും ഇല്ല. സച്ചേട്ടാ തൽക്കാലത്തേക്ക് ഒരു 2 ദിവസത്തെ ക്ഷമിക്ക്, അച്ഛമ്മയുടെ പിറന്നാൾ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രേവതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ സച്ചേട്ടാ? പ്ലീസ് സച്ചേട്ടാ, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും സച്ചേട്ടൻ ഒന്ന് ചെയ്യാൻ പാടില്ലേ? ശരി. അപ്പോഴേക്കും രേവതി സച്ചിയുടെ കൈയെടുത്ത് തലയിലേക്ക് തൊട്ട് സത്യം ചെയ്യിച്ചു, അച്ഛമ്മ വന്ന് പോകുന്നിടം വരെ ഒരു പ്രശ്നത്തിനും പോവില്ലെന്ന്. സച്ചിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. സച്ചി പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ഛമ്മ പോയി
അച്ചമ്മ വന്ന് പോയതിന് ശേഷം ഉടനെ തന്നെ ഞാനിത് അവനോട് ചോദിച്ചോളാൻ പറയാണ്. അതേ സമയത്ത് വീട്ടിൽ വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. രവീന്ദ്രനും ശ്രീകാന്തും ഒക്കെ ചേർന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോഴേക്കും ചന്ദ്രപതി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇത്ര വലിയ ഡെക്കറേഷനൊക്കെ? എന്താ ചന്ദ്രേ, വിവാഹത്തിന് മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ പാടുള്ളോ? അങ്ങനെയല്ലോ. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിട്ടായിരിക്കും ഇത്ര സന്തോഷത്തോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അതെന്താ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്തുകൂടെ? എൻ്റെ അമ്മയുടെ പിറന്നാൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതെ, അച്ഛമ്മയുടെ പിറന്നാൾ അതിഗംഭീരമായിട്ട് വേണം ആഘോഷിക്കാനായിട്ട്. 80ാം പിറന്നാളല്ലേ, ഒന്നിനും ഒരു കുറവുണ്ടാവാനായിട്ട് പാടില്ല. ആ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ അതൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ പറയാണ്. ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, അല്ല അവരിതിരായിട്ടും പുറത്തു പോയിട്ട് വന്നില്ലല്ലോ. അവര് പോയിട്ട് വരട്ടെ, നിനക്കെന്താ കുഴപ്പം? അല്ല അത് പിന്നെ ഒരു കാര്യം ചെയ്യ, സുധി വെറുതെ ഇരിക്കല്ലോ, സുധി ഇതെങ്ങോട്ടും ചെയ്യാൻ നോക്ക്. അല്ലച്ച ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക, നിനക്കല്ലേലും എന്ത് പറയാമല്ലോ എക്സ്ക്യൂസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് രവീന്ദ്ര ശ്രീകാന്തിനോട് പറഞ്ഞു, ശരിക്കും അമ്മ വന്നു കഴിയുമ്പോഴാ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞേ? അമ്മ വന്നു കഴിയുമ്പോഴോ? അല്ല ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞാ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. അല്ല ഇവിടെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന രണ്ടുപേരുണ്ടല്ലോ, എന്നിട്ട് എന്തിയേ? അച്ഛമ്മയുടെ പിറന്നാളായിട്ട് കാണാൻ പോലും ഇല്ലല്ലോ. അവര് വന്നോളും. ഒരു കാര്യം ചെയ്യ, അവരുടെ പണിയും കൂടെ സുധി നീ എടുക്കടാന്ന് പറയാ. ഞാനാ? പിന്നല്ലാതെ മര്യാദയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറയണം. സുധി പെട്ടുപോയ അവസ്ഥയില് രവീന്ദ്രനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.